ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് 36 ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു കുർത്തിയുടെ കട്ടിങ്ങും അതുപോലെ അതിൻ്റെ നെക്ക് ഡിസൈനും സ്ലീവ്സിൻ്റെ കട്ടിങ്ങുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം ലൈനിങ്ങിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ് ഇതുപോലെ നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. 44 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. 14 ഇഞ്ചസാണ് അതിൻ്റെ വിഡ്ത്ത് മടക്കി വെച്ചിരിക്കുന്നത്. ഷോൾഡർ 7 മാർക്ക് ചെയ്തു, അതേപോലെ ആം ഹോളും 7 മാർക്ക് ചെയ്തു. ചെസ്റ്റിൻ്റെ ഭാഗത്ത് 9 ഇഞ്ചസാണ്, ഒരു 0.5 കൂടി ലൂസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട്. 8.5 ഇഞ്ച് വേസ്റ്റിൻ്റെ ഭാഗവും 1.5 ഇഞ്ച് തയ്യൽ തുമ്പും. 21 ഇഞ്ച് താഴെയായിട്ട് സ്ലിറ്റിൻ്റെ ഭാഗത്തായിട്ട് 10.5 ഇഞ്ചും 1 ഇഞ്ച് എക്സ്ട്രാ മടക്കി തയ്ക്കാനുള്ളതും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ആം ഹോൾ വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ഇതുപോലെ കണക്ട് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. സ്ലിറ്റിൻ്റെ ഭാഗത്തു നിന്നും താഴേക്ക് സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഡോട്ട്സ് ഇട്ടത് മടക്കി തയ്ക്കുന്ന സ്ലിറ്റിൻ്റെ ഭാഗമാണ്. ഇനി 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തതുമാണ് അകത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തത്. താഴെ ഭാഗത്ത് ഒരു 1 ഇഞ്ച് റൗണ്ട് ചെയ്ത് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇനി കട്ട് ചെയ്ത ലൈനിങ്ങിനെ നമുക്കിതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കി വെച്ച നല്ല തുണിയുടെ മുകളിലേക്ക് എടുത്തു വെച്ച ശേഷം അതിൻ്റെ എല്ലാ ഭാഗവും ഒരേപോലെ മാർക്ക് ചെയ്തിട്ട് ലെങ്ത്ത് മാത്രം ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കൂടുതലായിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് ആവശ്യം അതിനനുസരിച്ചിട്ട് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിൽ ഇപ്പോൾ അതിന് ബോർഡർ ഉള്ളതുകൊണ്ട് കറക്റ്റ് ലെങ്ത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മടക്കി തയ്ക്കാനുള്ളത് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടില്ല. ബാക്ക് പോർഷൻ എടുക്കുമ്പോൾ മടക്കി തയ്ക്കാനുള്ള 1.5 ഇഞ്ച് കൂടി കൂടുതലായിട്ട് കൊടുത്തിട്ടാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തത്. ബാക്കി എല്ലാ ഭാഗവും സെയിം ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന ഭാഗത്തു നിന്നും നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ബാക്കിയുള്ള തുണി ഇതുപോലെ ഒന്ന് നാലായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഒരു 9.5 ഇഞ്ച് വിഡ്ത്തും 14 ഇഞ്ച് ലെങ്ത്തും വരുന്ന രീതിയിലാണ് ഞാൻ എടുത്തത്. നാലായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വയ്ക്കാം. 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു മാർക്ക് ചെയ്ത് കൊടുക്കാം. 9.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലൈൻ നേരത്തെ ആദ്യം വരച്ച ലൈനിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളിലേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്തു നിന്നും താഴെ ഭാഗത്തേക്ക് ആദ്യം 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ സ്ലീവ് എല്ലാം കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തൂടെ പിന്നെ ആം റൗണ്ട് എത്രയാണ് വരുന്നത് അതിനേക്കാളും ഒരു 1.5 ഇഞ്ച് കൂടി കൂടുതലായിട്ട് തയ്യൽ തുമ്പ് കൂടി കൊടുത്ത ശേഷം അവിടെയും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ ഭാഗം ഒരു 1/2 ഇഞ്ച് താഴ്ത്തി കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് വരുന്ന ചുളിവ് ഇല്ലാതിരിക്കാനാണ് ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് കൂടി താഴ്ത്തി കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല തുണിയും ലൈനിങ്ങും കൂടി തയ്ച്ച ശേഷം നമുക്ക് നെക്ക് ഇതുപോലെ ക്യാൻവാസിൽ ആദ്യം മാർക്ക് ചെയ്തെടുക്കാം. സ്കാലപ്പ് വി നെക്കാണ് ചെയ്യുന്നത്. നെക്ക് വിട്ട് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. നെക്കിൻ്റെ ലെങ്ത്ത് താഴേക്ക് കൊടുക്കുന്നത് 8 ഇഞ്ചാണ്. അതുപോലെ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ലൈൻ വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബോക്സ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. 3 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് മുകളിലെ 3 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ലൈൻ വരയ്ക്കാം.
ഇനി 8 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് താഴത്തെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് വി ആയിട്ട് ഒന്നൊരു ലൈനായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഇതുപോലെ ലൈൻ വരച്ച ശേഷം 1/2 ഇഞ്ച് പുറത്തേക്കും മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവിടെയും ഇതുപോലെ തന്നെ ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കാം. നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ പുറത്താണ് അതിൻ്റെ ലൈൻ വരുള്ളൂ. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്കാണ് താഴേന്ന് ചരിച്ച് വരച്ചത്. 1/2 ഇഞ്ച് പുറത്തേക്കാണ് വരുന്നത്. എന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു റൗണ്ടായിട്ടുള്ള ഒരു എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. റൗണ്ടായിട്ടൊന്ന് വരച്ച് നമ്മൾ വരച്ച 1/2 ഇഞ്ചിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു 3/4 ഇഞ്ച് വീതിയിൽ പുറത്തേക്കും നമുക്കൊന്ന് ലൈൻ വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. പിൻ ഉപയോഗിച്ചിട്ട് ഉറപ്പിച്ച ശേഷം കറക്റ്റായിട്ട് ആ സ്കാലപ്പിൻ്റെ ഡിസൈൻ കറക്റ്റ് ഓരോ പോയിൻറ്റും കിട്ടുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. റൗണ്ടും അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള വി പോലുള്ള ഭാഗങ്ങളെല്ലാം കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് സൈഡ് വഴിയുള്ള നമ്മൾ 3/4 ഇഞ്ച് ലൈൻ വരച്ചു കൊടുത്തിട്ടില്ലേ, ആ ഭാഗത്തുകൂടിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റ് ചെയ്ത് മടക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി സൈഡെല്ലാം ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം. ഇനി ഫ്രണ്ടിലെ ബോഡി പാർട്ടിൻ്റെ മുകളിൽ ഇതുപോലെ കറക്റ്റ് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ക്യാൻവാസും കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ആ ഡിസൈനെല്ലാം കറക്റ്റ് വരുന്ന രീതിയിൽ നീഡിൽ താഴേക്ക് ഇറക്കി നിർത്തി ഓരോ കോർണർ വരുമ്പോഴും നീഡിൽ താഴേക്ക് ഇറക്കിയിട്ട് വേണം തിരിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ആ റൗണ്ട് ഭാഗമെല്ലാം കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സ്ലോ ആയിട്ടാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടില്ല. 2-3 വർഷം മുൻപും ഇതുപോലെ ഒരു സ്കാലപ്പിൻ്റെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇത് വി നെക്കാണെന്ന് മാത്രമേ ഉള്ളൂ, മറ്റത് റൗണ്ട് ആയിട്ടുള്ളതാണ്. അതുകൂടാതെയും വേറെയും സ്കാലപ്പായിട്ടുള്ള ഡിസൈൻസ് ചെയ്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ മനസ്സിലാവാത്തതൊക്കെ അതിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ സ്ലോ ആയിട്ട് വേണം കേട്ടോ ഇത് തയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു സ്കാലപ്പിൻ്റെ റൗണ്ട് വരില്ല. അതുപോലെ തന്നെ ഓരോ കോർണറിലും സൂചി നീഡിൽ താഴേക്ക് കുത്തി നിർത്തിയതിന് ശേഷം മാത്രമേ തിരിച്ചെടുക്കാവൂ. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ. അതേപോലെ ക്യാൻവാസിന് മീതെ കയറരുത്, അതിൻ്റെ തൊട്ട് അരികിലൂടെ തന്നെ വേണം, ക്ലോത്തിലൂടെ തന്നെ വേണം തയ്ക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തു നിന്നും ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് മാത്രം നിർത്തിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സ്റ്റിച്ച് പോകാതെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇതുപോലെ എല്ലാ ഭാഗവും കട്ട് ചെയ്ത ശേഷം ആ ഓരോ കോർണറിൻ്റെയും ഭാഗത്തും ചെറിയ ചെറിയ കട്ട്സ് കൊടുക്കാം. ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ആദ്യമൊന്നും ഇത് കറക്റ്റായെന്ന് വരില്ല. അപ്പോൾ ആദ്യം റഫായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയ ശേഷം നല്ല തുണിയിൽ ചെയ്യാൻ നോക്കുക. കാരണം ഇതുപോലെ ഒന്നും ഇങ്ങനെ ഓരോ സ്കാലപ്പും റൗണ്ട് ചെയ്ത് തയ്ച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച്
ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങാണ്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്തതിന് ശേഷം മാത്രം നല്ല തുണിയിൽ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ വരെ കാണിക്കുന്നുള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ബാക്കിൽ നെക്ക് കട്ട് ചെയ്യുന്നതും അതേപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതും സ്ലീവ് വയ്ക്കുന്നതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് അറിയാത്തവർ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തായി പോകും. അതുകൊണ്ടാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട് നെക്കും കുർത്തിയുടെ കട്ടിങ്ങും സ്ലീവ് കട്ടിങ്ങും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ എന്നോട് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റിപ്ലൈ തരാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.